ശ്രീ ജോർജ് പടിപ്പാറ, അങ്ങേ ഒരു മാധ്യമപ്രവർത്തകനും നിഷ്പക്ഷ നിരീക്ഷകനുമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ വിഷയം ഇപ്പോൾ UDFിലെ യുവത മുമ്പോട്ട് വെച്ചിട്ടുള്ള ഈ വിഷയങ്ങൾ, ഇത് വരുത്തുന്ന പരുക്ക് നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ശേഷം തുടർച്ചയായി എത്തുന്നതാണിത്. ഈ പരുക്കിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി വിലയിരുത്താനും വിവക്ഷിക്കാനുമാകുന്നത്? സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക അപവാദ സംഭവങ്ങളിൽ ആരോപണ വിധേയനാകുന്നു. അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുക്കുന്നു. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് നീക്കുന്നു. അദ്ദേഹത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. നിയമസഭാ അംഗത്വത്തിൽ നിന്ന് താൽക്കാലികമായി UDF നിന്ന് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഇത്രയും നടപടികൾ UDF എടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടുന്നു. ആ രാജിക്കാര്യത്തിൽ ഇപ്പോഴും പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ UDFിനെ, അതുപോലെ തന്നെ കോൺഗ്രസിനെ, അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ യൂത്ത് കോൺഗ്രസിനെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും UDF സംവിധാനത്തെയും ആകപ്പാടെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇല്ല എന്ന് പറഞ്ഞാൽ ആകാത്തത് കൊണ്ട് തന്നെ ഉണ്ട് എന്ന് പറയുന്നതാണ് സത്യസന്ധമായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം. അത് ആ പ്രസ്ഥാനത്തെ മൊത്തത്തിൽ, ആ സംവിധാനത്തെ മൊത്തത്തിൽ അത് വല്ലാത്തൊരു പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട്, വല്ലാത്തൊരു ഷോക്ക് ആയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഇവിടെ താങ്കൾ അടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു ആരോപണമൊന്നുമല്ല. ഒരുപാട് നേതാക്കൾ ഇത്തരം ലൈംഗിക അപവാദത്തിൽ പെട്ടിട്ടുണ്ട്. ജൂലിയസ് സീസർ പോലും, അല്ലെങ്കിൽ അന്ന് നമുക്കറിയാം ക്ലിയോപാട്രയുടെ മൂക്കിന് അല്പം നീളം കുറഞ്ഞിരുന്നെങ്കിൽ ലോകത്തിന്റെ ചരിത്രം തന്നെ മാറിപ്പോകുമായിരുന്നു എന്ന് ഷേക്സ്പിയർ അങ്ങനെ ഒരു പറച്ചിൽ തന്നെയുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും രാഷ്ട്രീയ നേതാക്കള് അല്ലെങ്കിൽ ഭരണകർത്താക്കളൊക്കെ ഈ പറഞ്ഞ അപവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അപവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഇത് ചെയ്യുന്നു. അദ്ദേഹത്തിനെതിരെ പക്ഷെ ഇതുവരെ കൃത്യമായിട്ട് ആരോപണം അല്ലാതെ അതിനപ്പുറത്ത് തെളിവുകളുമായിട്ട് ആരെങ്കിലും പരാതിപ്പെടുകയോ ക്രൈംബ്രാഞ്ചിന്റെ മുമ്പിൽ എത്തുകയോ കോടതിയിൽ എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിനെതിരെയുള്ള ശബ്ദരേഖ പുറത്തു വന്നു. പക്ഷെ അതിന്റെ ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്ന രീതിയിൽ, പക്ഷെ അതിലെ സ്വരം തൻ്റേതല്ല എന്ന് അദ്ദേഹം തൻ്റെ ഇടത്തോടെ രംഗത്ത് വന്നിട്ടില്ല. അത് മറ്റൊരു വശം. ഈ ആരോപിക്കപ്പെടുന്ന കക്ഷി ആവട്ടെ ഇതുവരെ അല്ലെങ്കിൽ ഇങ്ങനെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തിയും ഇതുവരെ പോലീസിന്റെ മുമ്പിലോ ക്രൈംബ്രാഞ്ചിന്റെ മുമ്പിലോ പൊതുസമൂഹത്തിന്റെ മുമ്പിലോ എത്തിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ താങ്കളുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ യുവത കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നു. സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ഏത് പാർട്ടിയിലായാലും, ഇതിനു മുമ്പ് ഇപ്പോൾ CPM-ലും കോൺഗ്രസിൽ മാത്രമൊന്നും അല്ലല്ലോ ഇത് ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് പലരുടെയും പേരിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രമുഖരായ നേതാക്കളുടെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് താങ്കൾക്ക് വേണമെങ്കിൽ നിഷേധിക്കാം. അതൊന്നും ഇതുപോലെ ആയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്കറിയാം മന്ത്രിമാരുൾപ്പെടെ പലരും ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. അതുപോലെ തന്നെ നേതാക്കൾ ആരോപണ വിധേയരായിട്ടുണ്ട്. അതിലൊരു നേതാവ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പദവി, അതായത് ചില പദവി അദ്ദേഹം ഇപ്പോഴും അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാട് എന്നുള്ളൊരു നേതാവ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ ഒരു വിഷയം ഏത് പാർട്ടിയുടെ നേർക്കുണ്ടായാലും അല്ലെങ്കിൽ ഏത് പാർട്ടി ഉൾപ്പെട്ടാലും സ്വാഭാവികമായിട്ടും അവർ ഡിഫൻസിലാകും എന്നുള്ളതൊരു വസ്തുതയാണ്. താൽക്കാലികമായിട്ടെങ്കിലും അത് ഏൽപ്പിക്കുന്ന ഒരു ഷോക്ക് ഉണ്ട്. ആ ഷോക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത്തരം ആരോപണം ഉണ്ടാകുമ്പോൾ ഈ ചർച്ചകളിലേക്ക് ആ സംഘടനയെ പ്രതിനിധീകരിച്ച ആളുകൾ വരാതാവുന്നു. കോൺഗ്രസിന്റെ പ്രതിനിധി അയക്കുന്നില്ല, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല. അവർ മാത്രമല്ല, പലപ്പോഴും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് CPM അടക്കം ചർച്ചകളിലേക്ക് ആളുകളെ വിടാതെ സഹയാത്രികരൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാൻ പാർട്ടിക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്. ഈ രീതിയിൽ യുവ നേതാക്കളെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന, അത് ഫിറോസിന്റെ പേരിലായാലും മാങ്കൂട്ടത്തിന്റെ പേരിലായാലും ഇനി ആരുടെ പേരിലായാലും ഇത്തരം ആരോപണങ്ങൾ ആ ബന്ധപ്പെട്ട പാർട്ടിയെയും മുന്നണിയെയും ഒട്ടൊക്കെ പ്രതിരോധത്തിലാക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ ബീഹാറും BD-യുമായിട്ട് ബന്ധപ്പെട്ട അതൊന്നും സത്യത്തിൽ അത് ബീഹാറിലെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ തേജസ്വി യാദവും ചേർന്ന് വോട്ടർ അധികാർ യാത്ര സംഘടിപ്പിച്ച് വല്ലാത്തൊരോളം ബീഹാറിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങേയറ്റത്ത് കേരളത്തിലെ KPCC-യുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ അല്ലെങ്കിൽ അതിനകത്ത് എക്സ് പോസ്റ്റിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നത് നോട്ടക്കുറവാണ്, ജാഗ്രത കുറവാണ്. പക്ഷെ ഇത്രയൊന്നും ഉദ്ദേശിച്ചില്ല ഉണ്ടാവില്ല. ഒരുപക്ഷെ VT ബൽറാം
അതിന്റെ ചുമതലയുള്ള VT ബൽറാം അദ്ദേഹത്തിന്റെ പതിവ് പ്രാസമൊക്കെ ഒപ്പിച്ചുള്ള ഒരു പ്രയോഗം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇത്രത്തോളം കുഴപ്പമുണ്ടാകുന്നു, പ്രമാദമാകുന്നു, ഇത്രയും വലിയ വിഷയമായി മാറുമെന്ന് ഒരുപക്ഷെ അങ്ങ് അറ്റത്തുള്ള ഒരു കേസല്ലേ, അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്ന് BJP അത് വലിയൊരു ഇഷ്യൂ ആയി ഉപയോഗിക്കുന്നുവെന്നും VT ബൽറാം വിചാരിച്ചു കാണില്ല. ഏതായാലും കേരളത്തിലെ KPCC ചെയ്യാവുന്ന കാര്യം ചെയ്തു. അത് ഗൗരവമുള്ള ഒരു വിഷയമാണ്. ആ പോസ്റ്റ് പിൻവലിച്ചു, ഖേദം പ്രകടിപ്പിച്ചു. BJP രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞു. ശരി. മാത്രമല്ല അതിന്റെ ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ അന്വേഷണം നടത്തും എന്ന് പറഞ്ഞു. അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ VT ബൽറാം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ എന്റെ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു. ഇതോടുകൂടി ഇനി ഇതിനപ്പുറത്ത് KPCCക്ക് അതിനകത്ത് എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു പക്ഷേ ഇനിയും കൂടുതൽ അദ്ദേഹത്തെ പലരും ചോദിക്കുന്ന പോലെ ഇനിയിപ്പോ ഇതിനപ്പുറത്ത് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹം ആ ചുമതല ഒഴിഞ്ഞു, തെറ്റാണ് പറ്റിപ്പോയത് എന്ന് പറയുന്നു. ഇത്രയും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതൊരു ഒരു 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 കമന്റ് ആയിട്ട് അടിച്ചു, പക്ഷെ അത് ശരി. തിരിച്ചടിച്ചു. ചില സമയത്ത് ബൂമറാങ് പോലെ ചിലതൊക്കെ വന്ന് ഉപയോഗിക്കുന്നവന്റെ തലയിലേക്ക് തന്നെ വരൂ എന്നാണല്ലോ വെപ്പ്. ചിലത് അങ്ങനെ തിരിച്ചു വന്ന് സ്വന്തം നെഞ്ചിലേക്ക് തന്നെ വന്ന് കയറി, അത്രയേ ഉള്ളൂ. പക്ഷെ ശരി. അതിനകത്ത് വേറെ ഒരു വലിയ സംഭവം, അതായത് ഒന്നും അതിനകത്ത് ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പമായിട്ടൊന്നും അതിനെ എടുത്ത് ചിത്രീകരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റുപറ്റി KPCC അത് ഏറ്റെടുത്തു, തിരുത്തി, അതിന് ഉത്തരവാദിയായ ആ സ്ഥാനത്ത് ശരി. നിന്ന് ശ്രീ ഒഴിയുന്നു. ജോർജ് പൊടിപ്പാറ, കൂടുതൽ എന്താണ് ചെയ്യാൻ കഴിയും? ഞാൻ തിരിച്ചെത്താം. ഞാൻ VPP മുസ്തഫ